ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മുതിർന്നവരുടെ പർദ്ദ എങ്ങനെ കുട്ടികൾക്ക് കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം നോക്കട്ടോ. അപ്പോൾ അവരുടെ അളവിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികൾ മദ്രസയിലേക്കൊക്കെ പോണ കുട്ടികളുണ്ടാവും, അവർക്കൊക്കെ നമ്മൾ മുതിർന്നവരുടെ പർദ്ദ വെറുതെ കിടക്കുന്നുണ്ടാവും യൂസ് ചെയ്യാതെ. ആ പർദ്ദയ്ക്ക് നമുക്ക് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ കടയിലൊക്കെ പോയിക്കാണ്ട് നമ്മൾ വെറുതെ കാശ് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യാത്ത പർദ്ദയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ മോഡൽ പോയതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഒഴിവാക്കിയിട്ട് പർദ്ദയൊക്കെ വീട്ടിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ കളയണ്ട. നമ്മളെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ചെറുതാക്കി വീണ്ടും അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെറുതാക്കി എടുക്കാനുള്ള പർദ്ദ കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ബോർഡ് പോലത്തെ ഒരു ഇത് വരുന്നുണ്ട്, പിന്നെ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്റ്റിച്ച് കഴിച്ചെടുത്തിട്ട് വേറൊരു മോഡലാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഈ ഒരു ബോർഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് കഴിച്ചെടുക്കണില്ല. നമ്മൾ ഫുൾ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യണമെങ്കിൽ ഇത് ഉൾവശം പുറമൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചീത്ത വശം ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ തുണിയൊക്കെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇതുപോലെ അതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടോ. 4 ലെയറായിട്ട് ഫ്രണ്ടും ബാക്കും ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിവശത്തൊക്കെ ചുളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് വെക്കുക. ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് പർദ്ദയുടെ സീല എന്ന് പറഞ്ഞാൽ അങ്ങനെ വൈദ്യ പോണൊരു സീലയാണ്. അപ്പോൾ കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കട്ടോ. അപ്പം മുതിർന്നവരുടെ പർദ്ദയാവുമ്പോൾ നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് കുട്ടികൾക്ക് പാകമുണ്ടോ നോക്കുക. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് 4.5 ഇഞ്ചാണ്. പിന്നെ അതാ ഇവിടെ ഒരു 1.5 ഇഞ്ചോളം ഇവിടെ ഒരു ഓപ്പൺ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പർദ്ദയ്ക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പർദ്ദയ്ക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് നിന്നും നെക്കിൻ്റെ ലെങ്ത്ത് എത്രയോ വേണ്ടത് വെച്ചാൽ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കേണ്ടി വരും, അതുപോലെ തന്നെ ഷോൾഡറും നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം എനിക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വണ്ണല്ലേ കുട്ടിയായതുകൊണ്ട് 11 വയസ്സായ കുട്ടിക്കാണ് കേട്ടോ ഇത് തയ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നെക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് ഒന്നും കുറക്കണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ഷോൾഡർ മുതലാണ് ഞാൻ അളവെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തൊക്കെ തുണി മടങ്ങി കിടക്കണ്ടോ നോക്കുക. എന്നിട്ട് മടങ്ങി കിടക്കണില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കറക്റ്റാക്കിയിട്ട് നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുട്ടിയുടെ കറക്റ്റ് അളവ് നമ്മൾ എത്രയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് നോക്കാം. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് 48 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ട് ഞാൻ 49 ഇഞ്ചാണ്. താഴെ മടക്കി തയ്ക്കാൻ മാത്രം മതി എനിക്ക് തയ്യൽ തുമ്പ്. അപ്പോൾ നിങ്ങൾ നെക്ക് കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ചും കൂടി കൂട്ടി എടുത്തിട്ടില്ല ലെങ്ത്ത് എടുക്കണം. ഇനി നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഷോൾഡറിൻ്റെ വീതി എത്രയാണ് നോക്കാം. അപ്പോൾ എനിക്ക് വേണ്ട വീതി 7.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 7.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമ്മളെ കൈക്കുഴിയുടെ ഒരു അതും ഞാൻ 7.5 ഇഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പർദ്ദയാണല്ലോ, കുറച്ച് ലൂസായി കിടക്കും വേണം. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ആ ഒരു ഇതിൽ വരും ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ 7.5 ഇഞ്ച്, അതുപോലെ തന്നെ കൈക്കുഴി 7.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കുട്ടി തീരെ വണ്ണമില്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അളവിലേ മാറ്റം വരുള്ളൂ. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു നമ്മളെ ചെസ്റ്റിൻ്റെ അളവ് എനിക്ക് വേണ്ടത് 8.5 ഇഞ്ചാണ്. അപ്പോൾ ഈ ടാപ്പ് ഈ ഒരു അറ്റത്ത് നിന്നും ഇതുപോലെ വെച്ചിട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ച് തന്നെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 2 ഇഞ്ചൊക്കെ കൊടുക്കട്ടെ. കുട്ടികളാവുമ്പോൾ അവർ വലുതാണതിനനുസരിച്ച് നമുക്കൊന്ന് സൈഡിൽ വീതി കൂട്ടണം എന്നുണ്ടെങ്കിൽ വീതി കൂട്ടാമല്ലോ. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ച്, അതിൻ്റെ വീതി 7.5 ഇഞ്ച്,
അപ്പം നമ്മൾ ചെസ്റ്റും ഷേപ്പും തമ്മിൽ 1 ഇഞ്ചിന് മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 7 ഇഞ്ച്, പിന്നെ അവിടുത്തെ തയ്യൽ തുമ്പ് നമ്മൾ 2 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് എനിക്ക് 19 ഇഞ്ചാണ്. ഇനി അവിടുത്തെ വീതിയും 8.5 ഇഞ്ച്. ചെസ്റ്റും ഹിപ്പിൻ്റെ അവിടുത്തെ വീതിയും കറക്റ്റാണ്. 8.5 ഇഞ്ച്, തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൊടുത്തു. ഇനി നമുക്ക് കൈക്കുഴി ഒന്ന് കുഴിച്ച് കർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിവിടെ 1 ഇഞ്ച് ഈ ഒരു മൂലയിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ചെസ്റ്റിൽ നിന്നും ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നെറ്റിയൊക്കെ തയ്ക്കുന്നത് പോലെ തന്നെയാണ്. ഈ ഒരു പർദ്ദയുടെ അളവും കുറച്ച് ലൂസായി കിടക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ മാർക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഒന്ന് 2.5 ഇഞ്ച് നമ്മൾ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തല്ലോ, ആ ലെങ്ത്ത് ഇതുപോലെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ലൈനിൽ നിന്നും നമ്മൾ 2 സൈഡിലേക്കും തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ഈ ഒരു 2.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്നൊരു ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പർദ്ദയുടെ 2 സൈഡും ഭാഗവും തയ്ച്ച് കഴിഞ്ഞാൽ തൂങ്ങി കിടക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്തെടുക്കട്ടോ. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കൈക്കുഴി മുതൽ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ താഴെ ഭാഗം വരെ കട്ട് ചെയ്യണില്ല കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ ഇതുവരെ കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് താഴെ ഭാഗം കർവ് ചെയ്തല്ലോ, ഈ ഒരു 2.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു പർദ്ദ നിവർത്തി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പർദ്ദ നിവർത്തി ഇട്ട് കൊടുത്താലുള്ളൂ നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതുപോലെ നിവർത്തി ഇട്ട് കൊടുക്കുക. നിവർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ കണ്ടില്ലോ, കുറച്ചധികം തുണിയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കണത്. അപ്പോൾ ഈ ഒരു തുണി നമ്മളൊന്നിങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നിവർത്തിയിടുമ്പോൾ കറക്റ്റാക്കിയിട്ട് തന്നെ നമ്മൾ നിവർത്തിയിടണം കേട്ടോ. ഫ്രണ്ടും ബാക്കും കറക്റ്റാക്കിയിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ 2 സൈഡും കട്ട് ചെയ്ത് ഒന്ന് മാറ്റി കൊടുക്കാൻ. എന്നാലും ഒന്ന് ഒരു ഭംഗിയിൽ അവിടെ കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഉൾവശം കാണാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് തുണി പൊങ്ങി ഇങ്ങനെ കിടക്കണത് പോലെ തോന്നും. അപ്പോൾ നമ്മൾ ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു കൈക്കുയുടെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് അളവെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 10.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ പർദ്ദയുടെ സ്ലീവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. രണ്ടും ഒരുപോലെ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് 22.5 ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റ് ലെങ്ത്താണ് 22.5 ഇഞ്ച് വേണ്ട, 20 ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 2 ഇഞ്ച് എനിക്ക് ഇവിടെ നമ്മൾ പിന്നെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടേക്ക് നമുക്ക് 2 ഇഞ്ചും പിന്നെ അതുപോലെ തന്നെ 1/2 ഇഞ്ച് നമുക്ക് മേലെ ജോയിൻറ്റ് ചെയ്യാനും കൂടി കൂട്ടിയിട്ട് 22.5 ഇഞ്ച് നമുക്ക് കണക്കാക്കിയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അവിടെ 1/2 ഇഞ്ച് വിട്ട് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 22 ഇഞ്ച് ലെങ്ത്തിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്ലീവിന് താഴെ ഭാഗത്ത് ഇവിടെ ഒരു പട്ട പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് കളയാൻ പറ്റില്ല, കാരണം ഇത് തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത വർക്കും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടും വേണം. അപ്പോൾ നമുക്ക് ഇതിന്മേൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പ്രിൻറ്റ് കളയാതെ തന്നെ ഇവിടെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് വേറൊരു പീസ് യോജിപ്പിച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കണില്ല, ഞാൻ ഇതുപോലെ തന്നെ ചെയ്യാണ്. ഇനി നമുക്ക് കൈക്കുഴിയുടെ ആ ഒരു അളവൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ട കൈക്കുഴിയുടെ അളവ് 10.5 ഇഞ്ചാണ്. ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് 10.5 ഇഞ്ചിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു 4 ഇഞ്ചാണ്, ഫുൾ കൈന് 4 ഇഞ്ച് നമ്മൾ കുഴിച്ച് വരച്ച് കൊടുക്കണം. അപ്പോൾ 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി ഇതുപോലെ ഒന്ന് ഈ 4 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ കൈക്കുഴിയുടെ ആ ഒരു കൈയുടെ ഭാഗം
കുഴിച്ച് വരക്കാൻ. പിന്നെ താഴെ എലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് നമുക്കൊരു അത്യാവശ്യം വീതി വേണം. അവിടെ നിന്ന് നമുക്ക് വീതി മാർക്ക് ചെയ്യണില്ല. നമുക്ക് ഈ ഒരു മസിലിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വീതിയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ വീതി എനിക്ക് വേണ്ടത് അവിടെ മുകളിൽ ജോയിൻ്റ് ഉണ്ട് കേട്ടോ. ആ ജോയിൻറ്റും കൂടി വിട്ടിട്ടുള്ള ഭാഗം വേണം നമ്മൾ അളവെടുക്കാൻ. അപ്പോൾ എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. അതും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഇതിലാണ് പിന്നെ നമുക്ക് ബാക്കി വരുന്നത് തയ്യൽ തുമ്പ്. അപ്പോൾ നമുക്ക് ഇതിന്മേൽ കട്ട് ചെയ്യാനൊന്നുമില്ല. ഈ കൈക്കൂടെ ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തുണികളൊന്നും തെന്നാതെ കട്ട് ചെയ്യുക കേട്ടോ. കാരണം പർദ്ദയുടെ സീൽ അങ്ങനെ തെന്നി പോണ സീലാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുക, തെന്നാതെ ഇതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പർദ്ദ കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്ലീവ് ഒന്ന് ശരിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ക്ലോസ് ആയിട്ട് കിടക്കണം. ഇതിൻ്റെ തുന്നൊന്നും അയച്ചെടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തിൽ ഉള്ള തുന്നൊക്കെ ഒന്ന് അയച്ചെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു 2 സ്ലീവിൻ്റെ തുന്നും ഇതുപോലെ അയച്ചെടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് അയച്ചെടുക്കേണ്ട, ഒരു പകുതി വരെ നമുക്കൊന്ന് അയച്ചെടുക്കുക. കാരണം നമുക്കിവിടെ എലാസ്റ്റിക് കൊടുക്കണം. അപ്പോൾ 2 സ്ലീവിൻ്റെയും അറ്റം പകുതി വരെ ഇതുപോലെ തുന്നയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് വെച്ചെടുക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു ഇവിടെ താഴെ ഭാഗത്ത് മടക്കുണ്ടായതുകൊണ്ട് എനിക്കിവിടെ മടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഒന്ന് മടക്കി ഒന്ന് തയ്ച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് തയ്ച്ചെടുക്കുക. അപ്പോൾ ചീത്ത ഭാഗത്തേക്കാണ് കേട്ടോ, ആയിട്ടാണ് നമ്മൾ മടക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ എനിക്ക് താഴെ ഭാഗം മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ എലാസ്റ്റിക് കവർ ചെയ്ത് ഒന്ന് കൊടുക്കുക. എന്നിട്ട് എലാസ്റ്റിക്കിൻ്റെ മീതെ ഇതാ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എലാസ്റ്റിക് നമുക്ക് വലിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കെട്ടിട്ട് തന്നെ കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തും ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വശം മാറരുത്, ചീത്ത വശത്തേക്ക് ആക്കിയിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ ഈ ഒരു അറ്റവും നമ്മൾ ഈ തുണിയായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സിമ്പിളാണ്. കാരണം അവർക്ക് അവിടെ ഇങ്ങനെ എയറായിട്ട് കിടക്കില്ല, നല്ല ടൈറ്റിലായി കിടക്കുകയും ചെയ്യും. അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മളിതൊന്ന് കവർ ചെയ്ത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ മീതെ വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റുണ്ടല്ലോ, ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും കൂട്ടിയിട്ട് ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് വലിച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വലിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ തയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെ വലിച്ച് പിടിക്കുമ്പോൾ നമ്മൾ എലാസ്റ്റിക് കവർ ചെയ്ത് വരും. എന്നിട്ട് എലാസ്റ്റിക്കിൻ്റെ അറ്റവശത്ത് കൂടെ ഒരു മടക്കും ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇതാ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ എലാസ്റ്റിക്കിൻ്റെ തുമ്പ് വശത്ത് കൂടെ ഈ ഒരു മടക്കും കൂടി കൂട്ടിയിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. ഇവിടെയും വലിച്ച് പിടിച്ചിട്ട് ഇതാ എലാസ്റ്റിക്കിൻ്റെ മീതെ കൂടെ കേട്ടോ, എലാസ്റ്റിക്കിൻ്റെ ആ അറ്റ വശത്ത് കൂടെ നമ്മൾ മടക്കി തയ്ക്കുന്നത് പോലെ തന്നെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് നമ്മൾ എലാസ്റ്റിക് ഒന്ന് വിട്ടുകൊടുത്തിട്ട് ഇതാ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ താഴെ ഭാഗത്ത് എലാസ്റ്റിക് വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ഇടാനും ഊരാനും ഒക്കെ സുഖേക്കര അവിടെ ഒന്ന് ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മറ്റേ സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ 2 സ്ലീവ് ഞാൻ ഒരേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് എടുത്തിട്ട് ഇതിന്മേൽ നമുക്ക് സ്ലീവ് ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ബോർഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ തുന്നൊക്കെ ഒന്ന് അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുന്ന അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു തുണിമ വെച്ചിട്ടുള്ള പ്രിൻ്റ് അല്ല, ഒരു ബോർഡായിട്ട് വെച്ചെടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് അയച്ചെടുക്കാം കേട്ടോ.
ഇതുപോലെ ഞാൻ സ്റ്റിച്ച് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗം നമുക്കവിടെ വേറൊരു മോഡലാക്കി എടുക്കുകയാണ്. പിന്നെ ഈ ഒരു ലേസ് ഇതുപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ലേസ് കട്ട് ചെയ്യണില്ല. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മളെ ഉദ്ദേശിച്ച മാതിരി എത്തുമോ ഇല്ലേ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്യണത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് നമുക്ക് നമ്മൾ വേണ്ട ഒരു രീതിയിൽ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആകൃതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പിനായിട്ട് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മടക്കി തയ്ക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പായിട്ട് മടക്കി വരച്ചെടുത്ത് അതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗത്ത് ഈ മൂല വരുന്നിടത്ത് ഓരോ കട്ടിങ് കൊടുക്കുക. നമുക്കിതുപോലെ ഇങ്ങനെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു എഡ്ജ് ഭാഗത്തൊക്കെ എല്ലായിടത്തും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെക്കൊന്നും ശരിയാക്കി എടുക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ശരിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ലേസും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലേസ് ഞാൻ ഫസ്റ്റിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായില്ല. ഇതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് ടൈറ്റായി നിൽക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഇതുവരെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ലേസ് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ചിങ് നിർത്തി. ഇനി അടുത്ത ലേസും ഇതുപോലെ ഈ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ 2 വശത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്ന ഈ ഒരു ലേസ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കാരണം അവിടെ ഒന്ന് വലിഞ്ഞിങ്ങനെ നിൽക്കണം, നമുക്ക് ഈ ഒരു ലേസ് തികയില്ല. അപ്പം ഇനി നമുക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ലേസ് ഞാൻ വാങ്ങി വെച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ചെറിയൊരു ഡിസൈന് മാറ്റമുണ്ട്, കുറച്ച് വീതിക്ക് മാറ്റമുണ്ട്. എന്നാലും ഇതൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ 2 സൈഡിലും ഇതുപോലെ ലേസ് കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗം. അപ്പോൾ താഴെ ഭാഗത്തേക്കൊന്നും നമ്മൾ ലേസ് അയച്ചെടുത്തിട്ടുണ്ടായില്ല. ആ നെക്കിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ലേസൊക്കെ അയച്ചെടുത്തിട്ട് നമ്മൾ ശരിയാക്കിയെടുത്തത്. ഇനി നമുക്ക് സ്ലീവ് നൈറ്റിക്കും നമ്മൾ ചുരിദാറിനൊക്കെ സ്ലീവ് ജോയിൻറ്റ് ചെയ്യണത് പോലെ തന്നെ സെൻറ്ററിൽ കാക്കിയിട്ട് നല്ല വശം തമ്മിൽ വെച്ചിട്ട് ആ റേഞ്ചിൽ നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങട്ടോ. ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും തുടങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ 1/2 ഇഞ്ചിൽ നമ്മൾ ആദ്യം തയ്ച്ച് പോരും. എന്നിട്ട് റിട്ടേൺ വീണ്ടും അങ്ങേ ഭാഗത്തേക്കും തയ്ച്ചിട്ട് 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ 2 സ്ലീവ് ഞാൻ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, 2 സ്ലീവ് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സൈഡ് മൂട്ടിയെടുക്കാം. അപ്പോൾ സൈഡ് മൂട്ടുമ്പോൾ നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, എലാസ്റ്റിക്കിന് നമ്മൾ ആകെ 1 ഇഞ്ചാണ് എയർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ഇഞ്ചിലാണ് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ അവിടെ ഇതാക്കേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഭാഗം നമ്മളെ ബോഡിയുടെ ഷേപ്പിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ അറേഞ്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടോ. താഴെ ഭാഗത്ത് കുറച്ച് നേരെയായിട്ട് കിടക്കും, അവിടെ നമുക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എലാസ്റ്റിക് ഉണ്ടായതുകൊണ്ട്. ഇവിടെ നിന്ന് നമ്മൾ എലാസ്റ്റിക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് ആണ് തയ്യൽ തുമ്പായിട്ട് കൊടുത്തിരുന്നത്. ആ 2 ഇഞ്ച് തന്നെ നമ്മൾ താഴെ ഭാഗം വരെ തയ്ച്ച് പോരുക. അടിയിലേക്ക് വരുമ്പോൾ നമ്മൾ അല്പമായിട്ട് ഇങ്ങനെ കുറച്ച് ആ ഒരു വീതി കുറച്ചിട്ട് താഴെ ഭാഗത്ത് കുറച്ച് വീതിക്ക് ആക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് എടുക്കുക. നേരെ റിട്ടേൺ ആയിട്ട് അതിമക്കൂടെ തന്നെ തയ്ച്ച് പോന്നിട്ട് 2 സ്റ്റിച്ച് എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ സൈഡ് തയ്ച്ചതുപോലെ തന്നെ അങ്ങേ സൈഡും നമ്മളിതുപോലെ ക്ലോസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ കുറച്ച് പേര് നമ്മളോട്
ചോദിച്ചതിന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല, മറുപടി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞവരുണ്ട്. അപ്പോൾ അവരോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഇത് വീഡിയോ എടുക്കലും അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളൂ, ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ റിപ്ലൈ അപ്പോൾ തരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പർദ്ദയുടെ 2 സൈഡും മൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, അല്പം കുറച്ച് തുണി ഇങ്ങനെ കിടക്കണത്, സ്ലീവിൻ്റെ ആ ഒരു ഭാഗം, കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗത്ത്, അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം. അപ്പോൾ താഴെ ഭാഗം നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് ചുറ്റുഭാഗം തയ്ക്കാറാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ പർദ്ദയാകുമ്പോൾ നമ്മൾ ആദ്യം 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആദ്യം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഇതുപോലെ 1/2 ഇഞ്ച് മടക്കിയിട്ട് റൗണ്ടായിട്ട് ചുറ്റുഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒരൊറ്റ മടക്കിൽ കണ്ടില്ലേ, ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കവർ ചെയ്ത് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും. അങ്ങനെ വൃത്തികേടോ ഏറ്റക്കുറച്ചിലോ കാര്യങ്ങളൊന്നും കിട്ടാതെ നല്ല റൗണ്ടായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ അങ്ങനെ തയ്ച്ച് നോക്കട്ടോ, അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ താഴെ ഭാഗം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചുളിക്കോ ചുരുണ്ട് കിടക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് അടിഭാഗം തയ്ച്ചെടുക്കുക കേട്ടോ. ഇനി ഞാൻ പർദ്ദ നിവർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ പഴയൊരു പർദ്ദ ഇതുപോലെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, ഇത്രേ ഉള്ളൂ നമുക്ക് നമ്മൾ പഴയ പർദ്ദ കുട്ടികൾക്ക് ശരിയാക്കി എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.